കേൾക്കാം. നമ്മുടെ പ്രഭാഷകൻ, നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യാനായി മാനസ് ജോയിന്റ് ട്രഷറർ മധുസൂദനൻ ജിയെ ക്ഷണിക്കുന്നു. ഓം ശ്രീ മാത്രേ നമഃ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യസ്വരൂപിണി ശ്രീ കൊല്ലൂർ മൂകാംബികമ്മേ ശരണം. ഇന്ന് ഓഗസ്റ്റ് 5 കർക്കിടകം 21 തിങ്കളാഴ്ച. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ പ്രഭാഷണത്തിനായി വന്നിരിക്കുന്നത് കൊല്ലൂർ കൃഷ്ണ അയ്യർ സാറാണ്. അദ്ദേഹത്തെ പറ്റി 2 വാക്ക്. തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോടാണ് സ്വദേശം. മികച്ച ജ്യോതിഷ പണ്ഡിതൻ, താന്ത്രിക വിദ്യാ ആചാര്യൻ എന്നീ നിലകളിൽ വളരെ പ്രശസ്തൻ. കഴിഞ്ഞ 25 വർഷത്തിലധികം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയും 20-ൽ പരം വിദേശ രാജ്യങ്ങളിലൂടെയും പര്യടനം നടത്തുകയും 108-ൽ പരം ചണ്ഡികാ ഹോമം ഉൾപ്പെടെയുള്ള താന്ത്രിക വിദ്യാകർമ്മങ്ങൾക്ക് നേതൃത്വവും നൽകിയ വ്യക്തിത്വം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര മാതൃകയിൽ തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോട് മൂകാംബിക ദേവസ്ഥാനം എന്ന പേരിൽ ക്ഷേത്രം നടത്തിവരുന്നു. ജ്യോതിഷ ശാസ്ത്രത്തിൽ വേദിക് അസ്ട്രോളജി, റെമഡിയൽ മെഷേഴ്സ് ആൻഡ് ഇറ്റ്സ് എഫക്ട് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. പ്രശസ്ത വയലിനിസ്റ്റ് ഡോക്ടർ വൈക്കം പത്മകൃഷ്ണൻ ഭാര്യയാണ്. ശ്രീ കൃഷ്ണ അയ്യർ സാറിനെ ഈ വേദിയിലേക്ക് മാനസത്തിന്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഓം ഗുരുഭ്യോ നമഃ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ? സൗണ്ട് ക്ലാരിറ്റി ഉണ്ടല്ലോ? ശരി. ഓം ശ്രീമാത്രേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം മഹാഗണപതി പ്രിയതാം. എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച് ഒരു ശ്രീരാമഭഗവാനെപ്പറ്റി 2 വാക്ക് പറയാനായി ഒരു അവസരം തന്നതിന് ഈ മാനസ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സന്തോഷം, വളരെ വളരെ സന്തോഷം. ശ്രീരാമചന്ദ്രനെ പറ്റി എന്ത് പറയാനാണ്? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്ര നാമ തത്തുല്യം രാമ നാമവരാനനെ. ആ ഒരു വാക്കോടുകൂടി പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ആധ്യാത്മികമായ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ച് സാമുദായിക പരിവേഷത്തിൽ ശ്രീരാമചന്ദ്രനെ കാണാനാണ് എനിക്ക് താല്പര്യം. സംവേദനത്തിൽ കുറച്ച് നമ്മളെന്താണ് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നു. വാൽമീകി തൻ്റെ ശോകത്തെ ശ്ലോകമാക്കിയ അതിസമ്പൂർണമായ ഒരു വിശേഷമായ ഒരു കാവ്യം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ ഗായത്രി മന്ത്രം ഒരമ്മ പറഞ്ഞു. സത്യം പറഞ്ഞാൽ 24,000 ശ്ലോകത്തിൽ 24,000-ത്തിന് കണക്കെന്ന് പറഞ്ഞാൽ ഗായത്രി മന്ത്രം ഓം ഭൂർഭവസ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന 24 അക്ഷരത്തിനെ എടുത്ത് ഓരോ ശ്ലോകത്തിലും 24,000 ശ്ലോകത്തിലും 1000 ശ്ലോകത്തിലും ചേർത്ത് ഇത്ര ഭംഗിയായിട്ട് ഉൾക്കൊള്ളിച്ചു കൊണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. രാമായണത്തിൻ്റെ ഭംഗി അത് തന്നെയാണ്, അതിൻ്റെ വൈശിഷ്ട്യം അത് തന്നെയാണ്. ഇനി നമ്മളെ എന്തുകൊണ്ട് ഇന്ത്യ ഒരു രാമരാജ്യമാകണം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത് സാമൂഹ്യവശം പറയുകയാണ്. പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഞാൻ രാജാവാണ്, എനിക്ക് താഴെ ഇത്രയും വേണം എന്നൊന്നുമില്ലാതെ തൻ്റെ ഓരോ സെക്ഷനുകൾ, ഇപ്പോഴത്തെ കാലത്ത് പറയും മന്ത്രിമാരെ നിയമിക്കുന്നത് പോലെ, ഓരോ കാര്യങ്ങൾക്കും ഓരോരോ ആൾക്കാരെ കൊണ്ടുവന്ന്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ കുറച്ചുകൂടെ അടുത്ത് വരാം. അതായത് നമ്മുടെ രാജ്യതന്ത്രജ്ഞന്മാരിൽ അത്യുന്നതനായിരുന്നു ശ്രീരാമചന്ദ്രമൂർത്തി. സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഉദാഹരണം അദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധിജി പലപ്പോഴും രാമരാജ്യം വരണം രാമരാജ്യം വരണം എന്ന് പറഞ്ഞത്. നമ്മുടെ പഞ്ചായത്ത് രാജൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പേ മഹാരാജാവ് ഇങ്ങനെ എല്ലാം അത് നിങ്ങൾ ചെയ്യുക, ഇത് നിങ്ങൾ ചെയ്യുക, ചക്രവർത്തിയായിട്ടിരിക്കുന്നതിന് ഏറ്റവും അത്യുത്തമനായത് മഹാരാജാവ് ശ്രീരാമചന്ദ്രമൂർത്തി തന്നെയായിരുന്നു.
അദ്ദേഹം തൻ്റെ എല്ലാവർക്കും വിട്ടുകൊടുത്ത് ഇതിങ്ങനെ എൻ്റെ കയ്യിലിരിക്കണം എന്നുള്ള ബോധത്തോടല്ലാതെ ചെയ്ത ഒരു വലിയ കാര്യം. ഇനി വാൽമീകിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യുത്തമമായിട്ട് നമ്മൾ ചരിക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മാ നിഷാദ എന്ന് പറഞ്ഞു തുടങ്ങിയത് ഓർമ്മിക്കുക, വേടനോട് മാത്രമല്ല, ഇത് പറയാനായിട്ട് നമ്മുടെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടാക്കാനായിട്ട് കവി ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത് ഒരു ഭയം. നമ്മളെങ്ങനെ പറഞ്ഞാൽ നമ്മളാരെന്ത് കരുതും ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയേണ്ടുന്ന കാര്യം പറയേണ്ടുന്ന സമയത്ത് പറയേണ്ടതുപോലെ പറയണം എന്നാണ് മാനിഷാദ. ഒരു കാട്ടാളെന്ന് നോക്കി ഒരു പാവം മുനി, ഒന്നുമില്ല ആരോഗ്യപരമായിട്ടോ അല്ല ഒന്നുമില്ലാത്തൊരു മുനി ഇത്ര ധൈര്യമായിട്ട് പറയാമെങ്കിൽ, അവിടെ നിന്നൊരു കാവ്യം കൊണ്ടുവരാമെങ്കിൽ, ഒരു പ്രചോദനം കൊണ്ടുവരാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും കഴിയണം. ധൈര്യമായിട്ട് ഇല്ല എന്നുള്ള സ്ഥലത്ത് ഇല്ല എന്ന് പറയാനും വേണ്ട എന്ന് പറഞ്ഞത് വേണ്ട എന്ന് പറയാനും ഇക്കാലഘട്ടത്തിലെ പെൺകുട്ടികളെ പ്രചോദിപ്പിക്കണം. പെൺകുട്ടികളുടെ അടുത്ത് പറയാൻ കാര്യം കാലം അത്ര മോശമായിട്ടിരിക്കുകയാണ്. എല്ലാവരാലും ചവിട്ടി തേച്ച് എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് കഴിയുന്നൊരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാനുഷാദ ഓർമ്മിക്കുക. ഒരു നിഷാദനെ നോക്കി, ഒരു വേടനെ നോക്കി, ആ കരുത്തിട്ട ഒരു വേടനെ നോക്കി ഒരു പാവം മുനി പറയണ്ട, നിൽക്കവിടെ, നീ ചെയ്ത് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച വാൽമീകിയെ സദവും നമസ്കരിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. വീണ്ടും വാൽമീകി വരുന്നുണ്ട്. ഉത്തരരാമചരിതത്തിൽ ഇത്രയും വലിയ മഹാചക്രവർത്തിയെ നേരിട്ട് കണ്ട് നീ ചെയ്ത തെറ്റ് എന്ന് പറയാൻ, എൻ്റെ 1000 വർഷത്തെ തപസ് നഷ്ടപ്പെട്ടാലും സാരമില്ല, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ചെയ്ത തെറ്റ് എന്ന് പറയാനുള്ള സധൈര്യം പറയാനുള്ള ഒരു ധൈര്യമുണ്ടാക്കിയ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മുമ്പിൽ നിന്ന് പറയാനായിട്ട്, ഇത്ര വലിയ ചക്രവർത്തിയുടെ മുമ്പിൽ നിന്ന് പറയാനായിട്ടുള്ള സധൈര്യം കാണിച്ച വാൽമീകി മുനി 2ാം പ്രാവശ്യവും പറയുന്നുണ്ട്. മാനുഷയുടെ വേറൊരു ഭാവമാണ് അവിടെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് പേടിയാണ് ഭരണാധികാരിയെ നോക്കി ഒരു വാക്ക് സംസാരിക്കാൻ. എല്ലാവർക്കും സാമൂഹിക സാഹചര്യങ്ങൾ അറിയാം, അതുകൊണ്ട് അതൊന്നും എടുത്തു പറയുന്നില്ല. എങ്കിലും ആ ഒരു ധൈര്യം നമുക്കെല്ലാവർക്കും വരണം. അതിൻ്റെ പ്രചോദന ശക്തിയാണ് രാമായണം. ആ ഒരു ഭാവത്തിൽ നമ്മൾ രാമായണത്തിനെ കാണണം. രാമൻ അത്യുത്തമമായ മൂർത്തി. എന്തുകൊണ്ട് രാമനെപ്പറ്റി എഴുതി? രാമൻ ഇത്രയും ഉജ്ജ്വലമായി പറയാൻ കാര്യം എന്താണ്? എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കണം, എത്ര തന്നെ അലങ്കാരങ്ങളുണ്ടായാലും ഒരു സാധാരണക്കാരൻ്റെ ഭാവനയോടെ ജീവിക്കാനായിട്ട് സ്വന്തം അച്ഛൻ ഒരു വാക്ക് കൊടുത്തു, എനിക്കൊന്നും വേണ്ട, സദാ സർവസംഘ പരിത്യാഗിയായിട്ട് ഇറങ്ങുകയാണ് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട്. ഇന്നത്തെ കാലത്ത് ആർക്ക് പറ്റും? ഏത് മകൾ ചെയ്യില്ല. എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ ഒരു പടി മുകളിലോട്ട് വയ്ക്കാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. അത് മാറണം. അതിനുള്ളൊരു സന്ദേശമാണ് രാമായണം. ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ രാമായണ കഥ മുഴുവൻ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം. എനിക്ക് അതുകൊണ്ട് കഥയൊന്നും പറഞ്ഞ് സമയം കളയാൻ ഞാനും ആളല്ല. അറിയാത്ത കഥയൊന്നും പറയാനുമില്ല. സാമൂഹ്യ പശ്ചാത്തലത്തിൽ രാമൻ എങ്ങനെയാണ് നമ്മളെ നയിക്കേണ്ടത്, രാമായണം വായിക്കുന്നതിലൂടെ, രാമായണ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, അതിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ ഓരോ യാത്രക്കിടയിൽ ഡിസ്കസ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല, മക്കൾക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല, നമുക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല. ആ ഒരു തരുണത്തിൽ കഴിയുന്നതും ഇതുപോലെ കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കുക. കാര്യം ഇപ്പോൾ ഭക്ഷണ മേശയിൽ ആരും ഒന്നും ചിരിക്കാറില്ല. എല്ലാവരും അവരുടേതായ മൊബൈൽ ഫോണുണ്ട്. അതുകൊണ്ട് ഭക്ഷണ മേശയിൽ ഇരിക്കുന്നതോ സാമൂഹിക പശ്ചാത്തലമാകെ കൊറോണയോടുകൂടി മാറിപ്പോയി. ചേർന്നിരുന്ന പലരും
സ്പ്ലിറ്റായി. അതേസമയത്ത് സ്പ്ലിറ്റായിരുന്ന പലരും ചേർന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ സാമൂഹികമായ നീതിയാണ്. എന്നാലും കഴിയുന്നത് ഒരു അവസരമുണ്ടെങ്കിൽ അച്ഛനമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കുക. അമ്മ പറയുന്ന വാക്കാണ് വേദവാക്കും മക്കൾക്ക്, അച്ഛൻ പറയുന്നതിനേക്കാൾ. അതുകൊണ്ട് അമ്മമാർ കുറേ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കുക. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അടുത്ത ഒരു തലമുറയ്ക്ക് പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ അമ്മൂമ്മമാർ പറഞ്ഞു തന്ന കഥകൾ പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അന്ന് അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ കേൾക്കാനായിട്ട് മക്കൾ ഇരിക്കില്ല. അതേ സമയത്ത് അവർക്ക് അതുമായിട്ട് അവരെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ കഥാപാത്രത്തെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നതിലൂടെ ഉടനെ മൊബൈലെടുത്ത് വാട്സാപ്പിൽ ഉടൻ തന്നെ ഒരു വയലറ്റ് കളർ ഇതുണ്ട്, അതിൽ രാമൻ, ഹുയിസ് രാമൻ ടൈപ്പ് ചെയ്ത് ഉത്തരം അവർ പറഞ്ഞു തരും. വേണമെങ്കിൽ ആരാണ് യുദുത്സു പറഞ്ഞു തരും. അവൈലബിൾ ആണ്. കളി പറഞ്ഞതല്ല, നമ്മുടെ വാട്സാപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. അതെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. അങ്ങനെയെങ്കിൽ അവരിത് യുദുത്സു ആരെന്നറിയാമോ? അറിയില്ല പലർക്കും. മഹാഭാരതത്തിലാണ്, രാമായണത്തിലല്ല. എന്നാലും ഇത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതസന്ധാനത്തിൽ നമ്മൾ പലതും വിട്ടുപോയ കാര്യങ്ങളുണ്ട്. റണ്ണിങ് ബിഹൈൻഡ് വർക്ക് മണി, വർക്ക് മണി. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് അവരുടെ മനസ്സിലോട്ട് ഇങ്ങനെ തള്ളിക്കയറ്റി കൊടുക്കുക, കുറച്ചായിട്ട്. സത്യം പറഞ്ഞാൽ അത് അവർക്കത് മനസ്സിലാകാത്ത രീതിയിൽ മനസ്സിലാക്കണം. അത് അമ്മമാർക്കേ കഴിയൂ. അതുകൊണ്ട് ഈ ഒരു സംഭാഷണത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് അടുത്ത തലമുറയ്ക്കുള്ള ഒരു വലിയൊരു കാര്യമാണ്. രാമായണത്തെ കഥാപാത്രങ്ങൾ ദുശ്ശളയാരാണ്, ദുശ്ശളയെപ്പോലെ ഒരിക്കലും നമ്മൾ ഇരിക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് വേണ്ടത്. രാമനെപ്പോലെ ഇരിക്കണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ. രാമനെ പറ്റി പറയുമ്പോൾ ഹനുമാനെ പറ്റി എങ്ങനെയാണ് പറയാതിരിക്കുക? ഇത്ര വിശ്വസ്തനായിട്ട്, ഇത്ര ഒരു സുഹൃത്തിനെ പോലെ പട്ടാഭിഷേകം കഴിയുമ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുകയാണ്. രാമചന്ദ്രമൂർത്തി എൻ്റെ സുഹൃത്താണ്, എൻ്റെ എല്ലാമാണ് ഹനുമാൻ എന്ന് പറഞ്ഞാണ്. ആ ഹനുമാൻ്റെ ഭക്തിയോ ദേവ പറയാതെ വയ്യ. ആ ഭക്തി, ആ ആശ്രിത വത്സലനായിട്ടുള്ള ഒരു സേവകഭാവം ഏത് കഥാപാത്രത്തിനുണ്ട്? ഇതുപോലെ കഥാപാത്രങ്ങളെ എടുത്ത് അവരുടെ പ്രയോറിറ്റി, അവരുടെ എന്താണ് അവർക്കുള്ള പ്രത്യേകത എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താൽ, അപ്പോൾ ദുശ്ശളയെ പറ്റിയും ഡിസ്കസ് ചെയ്യണം, വിഭീഷണനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ അത് ന്യായമായിട്ട് വരും. എന്നാലും രാവണൻ അങ്ങനെ ചെയ്തത് ശരിയല്ല. രാവണന് 10 തല എന്നാണ് വെപ്പ്, 10 തലയല്ല. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എല്ലാവർക്കും അറിയാം. രാവണന്റെ ബുദ്ധി എന്ന് പറയാറില്ലേ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. വീണ്ടും പറയുകയാണ്, സ്ത്രീകൾ ഇത്രയും എടുത്തു പറയുകയാണ്, ആണുങ്ങൾക്ക് പറ്റാത്തൊരു കാര്യവും സ്ത്രീകൾക്ക് പറ്റുന്നത് കാര്യമാണ് മൾട്ടിപ്പിൾ വർക്ക്. ഒരേ സമയത്ത് അവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ, മൊബൈലിൽ സംസാരിച്ചു കൊണ്ട് തന്നെ മോളുടെ ഹോംവർക്കിൽ ചെറിയൊരു കറക്ഷൻ ചെയ്താൽ മതി, റെഡിയായി കിട്ടും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം കംപ്ലീറ്റ് ആ ഒരൊറ്റ ചിന്തയിൽ പോയി കിട്ടി. ഏറ്റവും നല്ലതിന് വേണ്ടി ഓടുന്നതിൽ പോയി കിട്ടി. രാവണൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്താ പറയുക, കളകാഞ്ചി വൃത്തത്തിനെ പറ്റി രാമായണം പറയാതെ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെയാണ് ഭഗവാൻ യോജന വിസ്തീർണേ, ആ യോജനയ്ക്ക് 2 അർത്ഥമുണ്ട്. യോജന വിസ്തീർണയെ ഭഗവാൻ ചാടി കടന്നു പോകാനായിട്ട് ഹനുമാനത്ത് യോജന വിസ്തീർണമുണ്ട്. എങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലവണ ജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു പോകനി എന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് കളകാഞ്ചി വൃത്തത്തിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ്റെ കാര്യവും വന്നു. ഇനി പറയുമ്പോൾ രാമായണം ഇല്ലാത്ത ഭാഷയിലില്ല. ഭോജ്പൂരി ഭാഷയിൽ പോലും രാമായണമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. കുറച്ച് മതി. അപ്പോൾ അവരതിനെപ്പറ്റി, ഇപ്പോഴത്തെ കുട്ടികൾ പഴയ കുട്ടികളെ പോലെയല്ല, ദേ ആർ ഇൻ്റലിജൻറ്റ്. അവർ ചുമ്മാ ഒരാൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഒരു കാരണവുമില്ല. ദേ നോ ഹൗ ടു മാനേജ് ആൻഡ് ഹൗ ടു ഗ്യാദർ ദ ഇൻഫർമേഷൻ. എടുത്ത്
അവർ സ്വന്തമായിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്യും. അമ്മയായാലും അച്ഛനായാലും പറഞ്ഞത് അവരെ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുള്ള ഒരു കഴിവ് ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട, ധൈര്യമായിട്ട് കുറച്ച് പൊട്ടും പൊടി ഇട്ട് കൊടുക്കുക, അവരങ്ങ് രക്ഷപ്പെട്ട് പൊക്കോളൂ. കാരണം അടുത്ത വരുന്ന തലമുറയ്ക്ക് ഇവ രാമായണ മാസം ഇത്രയും ആചരിക്കുന്നതുകൊണ്ട് രാമായണത്തിന് ഇത്രയും ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിലോ? അതുകൊണ്ട് കഴിയുന്നതും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകമൊക്കെ നോക്കി അവർ പഠിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. അതില്ലാത്ത അവസ്ഥയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറിവുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അത് കുറച്ചൊരു അവിടെ പൊട്ടും പൊടിയും വാങ്ങിച്ച് നമ്മളെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും ഭാവിയിൽ അവർ ചോദിക്കും, ഈ വിഭീഷണൻ എന്തുകൊണ്ട് സ്വന്തം സഹോദരനെ സഹായിക്കാതെ രാമനെ സഹായിക്കാൻ വന്നു? അപ്പം നമ്മൾ പറയണം, ധർമ്മം, നീതി, സത്യം, ഇതിനൊക്കെ ഒരു കാലഘട്ടത്തിൽ വാല്യൂ ഉണ്ടായിരുന്നു, അതിനാണ് അദ്ദേഹം വന്നത്. പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? പറ്റണം. ഇതുപോലെ ചില കഥാപാത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമുക്ക് വേണ്ട എന്നുള്ളത്. ഏറ്റവും നല്ല സുഹൃത്തിനെ വേണോ? ആ സുഹൃത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവണം? ആ ഗുണങ്ങളുള്ള സുഹൃത്താണോ ഞാൻ എടുത്തിരിക്കുന്നത്? അവൻ എന്നെ ചതിക്കാനാണോ? എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ? എൻ്റെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് എൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തണ്ടേ? അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അതൊരിക്കലും വിട്ടുകളയരുത്. രാമായ രാമഭദ്രായ ഇനി രാമനെപ്പറ്റി എന്താ പറയണ്ടേ? രാമൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ രാമായണ മാസത്തിൽ രാമചന്ദ്രമൂർത്തി രാമായ, പിന്നെ ഇത് കൂടാതെ മക്കൾക്ക് ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വരസേ രഘുനാഥായ നാഥായ സീതായ പതയ നമഃ. കണ്ടില്ലേ, അവിടെ ഒന്ന് സീത. രാമസ്യ അയനം എന്ന് പറഞ്ഞിട്ട് രാമായണത്തെ പറയാറുണ്ട്. അതായത് സീതയെ കൊണ്ടുള്ള അയനം, കഥ, അയനം, യാത്രയാ, സീതയെ കൊണ്ടുള്ള യാത്രയെ കൊണ്ടാണ് വരുന്നത്. അതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞു, ശ്രദ്ധിച്ചോ എന്നറിയില്ല, രാമൻ ഏറ്റവും ഉത്കൃഷ്ടനായിട്ട് ചക്രവർത്തി പദത്തിൽ വരാനിരിക്കുന്ന സമയത്താണ് എനിക്കൊന്നും വേണ്ട, സർവസംഘ പരിത്യാഗിയായിട്ട് അച്ഛൻ പറഞ്ഞൊരു വാക്കിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ധൈര്യമായിട്ട് നമുക്ക് സഹജീവികൾക്ക് വേണ്ടിയിട്ട് എന്തും ത്യാഗം ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ്, പിന്നെ വാക്കിന് വില എന്ന് പറയാറില്ലേ, കൊടുത്ത വാക്കിന് വില, അതും ഇത് കൊണ്ടേ പറ്റും. ആ വാക്ക് പാലിക്കാനായിട്ട് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് രാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ എല്ലാം കളഞ്ഞുള്ള പട്ടാഭിഷേകത്തിന് തൊട്ട് മുമ്പ് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആ ഒരു മനസ്സിനെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാ ശ്രോതാക്കളുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്. അമ്മമാർക്ക് എൻ്റെ നമസ്കാരം. വീണ്ടും ഈ ഒരു സംരംഭത്തിൽ എന്നെ ഭാഗവക്കാക്കാനായിട്ട് ക്ഷണിച്ച് 2 വാക്ക് പറയാനായിട്ട് എനിക്കൊരു അവസരം തന്ന എല്ലാ മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ആധ്യാത്മിക തലത്തിൽ പറയാതെ വീണ്ടും എന്തുകൊണ്ട് സാമൂഹിക തലത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആത്മീയ തലത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. വരുന്ന വലിയ രാവണന്മാരാണ് ഇതിനു മുമ്പ് പറഞ്ഞെല്ലാവരും. ഞാൻ ഒന്നൊന്നും അല്ല. എല്ലാം അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ കൊല്ലൂർ കൃഷ്ണയ്യർജി. ഞങ്ങൾക്ക് രാമായണത്തെ പറ്റി, രാമായണത്തിന്റെ ആനുകാലിക പ്രസക്തി, സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതുകൂടാതെ തന്നെ ഒരു ഗുഡ് പേരന്റിങ് എന്നുള്ള തായും അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മളുടെ കുട്ടികളെ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെ പറഞ്ഞു കൊടുക്കണം, അതും പറഞ്ഞു തന്നു. വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് അങ്ങേക്ക് വളരെ നന്ദി. പറ്റുമെങ്കിൽ അങ്ങയുടെ സമയം അനുവദിക്കുമെങ്കിൽ നമ്മുടെ രാമായണ പാരായണമുണ്ട്. ഇപ്പോൾ പൂജാഭവനം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ പാരായണമുണ്ട്. അല്പസമയം കൂടി അങ്ങ് ഞങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും. നന്ദി പറയുന്നതോടുകൂടി
നമ്മളെ അങ്ങേ നമ്മുടെ രാമായണ